സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വിരമിക്കുന്നതിന് മുൻപായി കലാപ്രദർശനത്തിലൂടെ നവ്യാനുഭവമൊരുക്കി കാലിക്കറ്റ് സർവകലാശാലയിലെ ആർട്ടിസ്റ്റ്, ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ സന്തോഷ് മിത്ര. കടലാസ്, തുണി, തുകൽ, മരം, ഇല, മുള, പിച്ചള തുടങ്ങി 10ലേറെ പ്രതലങ്ങളിൽ വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം മിത്രവർണ്ണങ്ങൾ എന്ന പേരിലാണ് കാഴ്ചക്കാരിലേക്ക് എത്തിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പെയിൻറ്റിങ് കണ്ട് നേരെ അവിടെ ഒരു വലിയൊരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അവാർഡ് കിട്ടിയൊരു പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ സാറിനെ പറ്റി പറഞ്ഞു തന്നു. നല്ലൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. ഒരു എന്താ പറയുക, കുറേ മുമ്പ് ഇവിടെ നടന്നൊരു മരം, ആട്, അങ്ങനെ മൊത്തമായിട്ടുള്ളൊരു നല്ലൊരു കണ്ടൻറ്റായിരുന്നു സാറ് പറഞ്ഞു തന്നിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ പെയിൻറ്റിങ്ങാണ്, ഈ മ്യൂറൽ പെയിൻറ്റിങ്. ഞാൻ എസ്പെഷ്യലി മ്യൂറൽ പെയിൻറ്റിങ് ആർട്ട് ചെയ്യാറുണ്ട്. ഈ പെയിൻറ്റിങ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആ പെയിൻറ്റിങ്, ആ ലൈൻസ്, നമ്മുടെ ഓരോ പെയിൻറ്റ് ചെയ്യുമ്പോഴോ മ്യൂറലിൽ പ്ലെയിനായിട്ട് ലൈൻസും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടുള്ള ലൈൻസും എല്ലാം നല്ല പെർഫെക്ഷനായിട്ട് വന്നുള്ളൊരു വർക്കായിരുന്നു ഇത്. അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അക്രിലിക്കിൻ്റെ കുത്തലോ, അതുപോലെ നമ്മളൊരു ഒരു ഒരു വൃത്തിയില്ലാത്ത പെയിൻറ്റ് അങ്ങനെ ഭയങ്കര ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതുമുതൽ ഇതുവരെ നടന്നിട്ട് എല്ലാ പെയിൻറ്റിങ്ങും എനിക്കിഷ്ടമായി. പക്ഷേ എക്സ്പെഷ്യലി എനിക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗി തോന്നിയതും എനിക്ക് കാണാൻ കുറച്ചുകൂടെ ഒരു രസം തോന്നിയത് ഈ പെയിൻറ്റിങ് ആയിരിക്കാം. ഈ മാസം 31-ന് സേവനത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് 28, 29 തീയതികളിൽ ക്യാമ്പസിനകത്ത് സുവർണ ജൂബിലി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രദർശനം ഒരുക്കിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് പരിപാടി. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ചെയറിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ ജീവിത മുഹൂർത്തങ്ങൾ 101 കലാകാരന്മാർ ചേർന്ന് 103 മീറ്റർ നീളമുള്ള ക്യാൻവാസിൽ ചിത്രീകരിച്ച ഗാന്ധി പദം പരിപാടിക്ക് നേതൃത്വം നൽകിയത് സന്തോഷ് മിത്രയാണ്. കുറേ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിലെ ഓരോ ക്യാൻവാസും വളരെ റെയർ ആയിട്ട് തോന്നി. ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഓരോ തീം വെച്ച പെയിൻറ്റിങ് എന്നുള്ള സംഭവമൊക്കെ മനസ്സിലായി. സീരീസ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം നേടി. 1985 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ചിത്രകലാരംഗത്തെ അവാർഡുകൾ, ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ എന്നിവ കണക്കിലെടുത്ത് വ്യക്തിപരമായും ഇതേ റെക്കോർഡ് പുസ്തകങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേര് പതിഞ്ഞിട്ടുണ്ട്. നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിവോൺ പുരസ്കാരം, ദേശീയ രാഷ്ട്രീയ രത്ന അവാർഡ്, കേരള ലളിതകലാ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി ദേശീയ, സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള ചിത്രകാരനാണ് സന്തോഷ് മിത്ര. ഒട്ടേറെ ചിത്രകലാ ക്യാമ്പുകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നോർത്ത് പറവൂർ തെക്കേത്തുരുത്ത് തൈപ്പുരയിൽ മിത്രൻ പണിക്കശ്ശേരി വീട്ടിൽ യമുന ദമ്പതികളുടെ മകനാണ് സന്തോഷ്. 25 വർഷമായി സർവകലാശാലയിൽ ആർട്ടിസ്റ്റ്, ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന സന്തോഷ് വിരമിക്കലും നിറമുള്ള ഓർമ്മയാക്കി മാറ്റുകയാണ്. എയർ1 ന്യൂസ്, തേഞ്ഞിപ്പലം. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.